ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ ഇപ്പോഴും പരിക്ക് വല്ലാതെ അലട്ടുകയാണ്. നിലവിൽ ഇടത് കാൽമുട്ടിൽ മെനിസ്കസ് ഇഞ്ചുറിയാണ് നെയ്മറെ പിടികൂടിയിട്ടുള്ളത്. ഡോക്ടർമാർ അദ്ദേഹത്തോട് സർജറി നിർദ്ദേശിച്ചതാണ്. പക്ഷേ അത് വകവെക്കാതെ നെയ്മർ ജൂനിയർ കഴിഞ്ഞ മത്സരത്തിൽ കളിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ESPN ബ്രസീൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അൽ ഹിലാലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നെയ്മറുടെ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നെയ്മർ ജൂനിയർ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ശരിയായ രൂപത്തിൽ ഫോളോ ചെയ്തില്ല എന്നാണ് അൽ ഹിലാലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ടാണ് നെയ്മർ ജൂനിയറെ ഇപ്പോഴും കാൽമുട്ടിന്റെ പരിക്കുകൾ അലട്ടുന്നത് എന്നാണ് അൽ ഹിലാൽ വിശ്വസിക്കുന്നത്. അതായത് 2023 അവസാനത്തിൽ നെയ്മർ ജൂനിയർ ഒരു ആഡംബര കപ്പൽ യാത്ര നടത്തിയിരുന്നു. നെയ്മറുടെ നേതൃത്വത്തിലായിരുന്നു ഈ കപ്പൽ യാത്ര സംഘടിപ്പിച്ചിരുന്നത്. അത് നെയ്മർ ജൂനിയർക്ക് തിരിച്ചടിയായി എന്നാണ് അൽ ഹിലാൽ വിശ്വസിക്കുന്നത്. കാരണം കാൽമുട്ടിന്റെ പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനാവാതെയാണ് നെയ്മർ ജൂനിയർ ഇത്തരമൊരു സാഹസികത ഏറ്റെടുത്തത്. റീഹാബിലിറ്റേഷന് മുൻഗണന നൽകേണ്ട സമയത്ത് നെയ്മർ ജൂനിയർ ഈ ഒരു കപ്പൽ യാത്ര നടത്തിയത് കാര്യങ്ങളെ വഷളാക്കി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇത്രയും വിവരങ്ങളാണ് ESPN ബ്രസീൽ നൽകിയിട്ടുള്ളത്. അതായത് സർജറിക്ക് ശേഷം റീഹാബിലിറ്റേഷൻ ആവശ്യമായ ഒരു സമയം നെയ്മർ ജൂനിയർ എടുത്തില്ല എന്നാണ് അൽ ഹിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കാൽമുട്ടിന്റെ പരിക്കുകൾ നെയ്മർ ജൂനിയറെ വല്ലാതെ വേട്ടയാടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.